നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പൈൽ 1 ഏഞ്ചലാണ്, റോസ് കോട്സ് ഏഞ്ചൽ, പിങ്ക് ഏഞ്ചൽ. ഓക്കെ, ആൻഡ് സെക്കൻഡ് 1 റോസ് കോട്സിൻ്റെ തന്നെ റോസ് ആണ്. ഓക്കെ, ഏഞ്ചൽ വേണോ റോസ് വേണോ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. കണ്ണടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ദീർഘനിശ്വാസം എന്ന് പറയില്ലേ, ദീർഘശ്വാസം എടുക്കാം. ഓക്കെ, ദീർഘശ്വാസം എടുക്കാം നല്ലോണം ഡീപ്പായിട്ട് കുറച്ച് നേരം. ഓക്കെ, പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആരെക്കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അവരെ കുറിച്ച് ആലോചിക്കുക. ഓക്കെ, എന്നിട്ട് കണ്ണ് തുറന്ന ഉടനെ ഏതിലേക്കാണോ നിങ്ങളുടെ ഫോക്കസ് ആദ്യം പോകുന്നത്, കണ്ണടയ്ക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഈ 2 പിക്ചറും ആലോചിക്കുക. ഇതിൽ ഏതിലേക്കാണോ നിങ്ങളുടെ ഫോക്കസ് പോകുന്നത്, അത് ഫസ്റ്റ് 1 ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് തന്നെ ചൂസ് ചെയ്യാം. പിന്നീട് മാറ്റണ്ട. ഓക്കെ, ഇതെല്ലാം മറ്റേത് എന്ന് പിന്നെ ചിന്തിക്കരുത്. ആദ്യം ഏത് തോന്നിയോ അത്. ഓക്കെ, അത് തന്നെയായിരിക്കും നിങ്ങളുടെ റീഡിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 or 2 എന്നുള്ളത് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ടൈം സ്റ്റാമ്പ് ചിലപ്പോൾ ഞാൻ താഴെ കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ പറ്റുമ്പോൾ. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാൻ നമ്പർ വെച്ച് ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണിനെ കുറിച്ച് ആലോചിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മാറിയാൽ പേഴ്സൺ എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് അവർ നിങ്ങളെ പോവാൻ വിട്ടുകളയോ അതോ അവർ നിങ്ങളെ പിന്നാലെ വരുമോ, തിരിച്ച് നിങ്ങളെ വിളിക്കുമോ, എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ 1 പൈൽ 2 ചൂസ് ചെയ്യാം. നിങ്ങൾ വിട്ടു മാറുകയാണെങ്കിൽ, ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മാറിയാൽ പേഴ്സൺ എന്തായിരിക്കും ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ പൈൽ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏഞ്ചൽ നമുക്ക് നല്ല മെസ്സേജ് തരൂ. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് മാറിയാൽ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പേഴ്സണിന് എന്തായിരിക്കും ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തായിരിക്കും ചിന്തിക്കുക, അവരെന്ത് ചെയ്യും, ആക്ഷൻ നോക്കാം. ഓക്കെ ഓക്കെ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ 10 of swords, 2 of pentacles, tower, oh my god, 2 wands ഇവിടെ ഉണ്ട്. Okay, 8 of cups and moon card and okay. നിങ്ങൾ വിട്ടുപോയാൽ ഓക്കെ അവർക്ക് തോന്നും, അവർക്ക് ആദ്യം വല്ലാതെ ഹേർട്ടാവും. ഓക്കെ, നല്ലവണ്ണം അവർക്ക് ഹേർട്ടാവും. നിങ്ങൾ അങ്ങനെ വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് തീരുമാനം എടുത്താൽ കേട്ടോ. അവർ പറയുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ എന്താ പറയുക, ദേഷ്യം പിടിപ്പിക്കാനും ഇറിറ്റേഷനും പറയുന്നൊക്കെ ഉണ്ടാവും, വേണമെങ്കിൽ പൊക്കോന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുത്താൽ, നിങ്ങൾ അവിടുന്ന് വിട്ട് മാറിപ്പോയാൽ അവർക്ക് തോന്നും തന്നെ നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു, ചതിച്ചു, നിങ്ങൾ അവരെ വിട്ടിട്ട് പോയി, നിങ്ങളവരെ ലൈക്ക് അവർക്ക് എന്താ പറയുക എക്സ്ട്രീം ലെവലിലേക്ക് പോകും. അവർ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡിങ് ആണ് ശരിക്കും. ഓക്കെ, എൻഡിങ് വല്ലാത്ത ഏറ്റവും ലൈക്ക് ലാസ്റ്റ് വളരെ ഇതായിട്ട് പറയാം നമുക്ക്. ഓക്കെ, അവർക്ക് ശരിക്കും അവർ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തു, നിങ്ങൾ അവരെ ചതിച്ചു എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കും. ഓക്കെ, അവർക്ക് അങ്ങനെ തോന്നും, അങ്ങനെ ഫീൽ ചെയ്യും, അവർക്ക് വേദന ഫീൽ ചെയ്യും, വിഷമം ഫീൽ ചെയ്യും, മിസ്സിങ് എനർജി ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ഓക്കെ, ആദ്യം അവർക്ക് നിങ്ങൾ അങ്ങനെ വിട്ടു പോയ ഉടനെ അവരാദ്യം പെട്ടെന്ന് അവർക്ക് തോന്നാൻ പോകുന്നത് ഏറ്റവും അധികം വേദനയാണ്. എന്നിട്ട് നിങ്ങൾ അവരെ വിട്ടുപോയി, അവരെ ചതിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിച്ചു എന്ന രീതിയിൽ അവർ എല്ലാം ചിന്തിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പക്ഷെ അവർ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും. അത് ശരിക്കും സംഭവിച്ചോ, അത് പോയോ, അതോ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നവർ ചിന്തിക്കും. ഓക്കെ, കാരണം ഇവിടെ ഞാൻ നേരത്തെ 2 of wands ഞാൻ കണ്ടിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ മൈൻഡ് 2 of pentacles ഉണ്ട്, 2 of wands ഉണ്ട്. അവർ തീരുമാനം എടുത്തില്ല. ഓക്കെ, അവർ തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഐ തിങ്ക് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു ടവർ മൊമെൻറ്റ്, ഓക്കെ, ടവർ മൊമെൻറ്റ് വരുമ്പോൾ നിങ്ങൾ വിട്ടു പോകുമ്പോൾ അവരൊന്ന് ചിന്തിക്കും. ഓക്കെ, അതായത് ശരിക്കും നിങ്ങൾ പോയോ എന്നുള്ളൊരു ഡൗട്ട് തന്നെ വരാം. ചിലപ്പോൾ അവർ വിചാരിക്കുന്ന തട്ടില്ല, അപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരും എന്ന രീതിക്ക് അവർ വിചാരിക്കാം. കാരണം ഇവിടെ 3 ആണിത്. 3 എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇമോഷണൽ ആവുക എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മറിഞ്ഞിരിക്കുക എന്ന് പറയും, സാഡ് ആവുക എന്ന് പറയും, ഒരുപാട് ഇമോഷണൽ ആവുക എന്നൊക്കെ പറയാം, മറച്ചു വെക്കുക, ഉള്ളിൽ നമ്മുടെ സങ്കടങ്ങൾ മറച്ചു വെക്കുക എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഈ ഫോട്ടോ പ്രകാരം തിരിച്ച് നിങ്ങളെ മിസ് ചെയ്യും അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. അവർ വിചാരിക്കുന്നത് നിങ്ങൾ തിരിച്ച് വന്നോളും എന്നവർ വിചാരിക്കും. ഓക്കെ, അവരുടെ മനസ്സിൽ ആദ്യം അവർക്ക് ആ ഒരു
ആദ്യത്തെ ആ ഒരു ഷോക്ക് കഴിയുമ്പോൾ ഓക്കെ ഒരു ഷോക്കാവും, വല്ലാതെ ഷോക്കാവും എന്ന് പറയാം. ഷോക്കാവും, അവർക്ക് ബിട്രേഡ് ആയിട്ട് ഫീൽ ചെയ്യും, അവരെ ചതിച്ചു എന്ന് തോന്നും. ഓക്കെ അവർക്ക് പെട്ടെന്നൊരു ഷോക്കായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്താൽ. ആൻഡ് അത് കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇല്ല നിങ്ങൾ തിരിച്ച് വന്നോളും എന്ന രീതിക്ക് നിങ്ങളെ മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും, ശരിക്കും ഒരു മിസ് ചെയ്യും, നോ ഡൗട്ട്. ഓക്കെ മിസ്സിങ് എനർജിയാണ്, 5 of Cups ആണ്. നിങ്ങളെ നഷ്ടപ്പെട്ട ആ ഒരു വേദന അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, വേദന വിഷമം എല്ലാം ഉണ്ടാവും. ഓക്കെ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. നിങ്ങളെ തിരിച്ച് ആഗ്രഹിക്കും അവർ, നിങ്ങളുമായിട്ട് റിയൂണിയൻ വേണം എന്നവർ ആഗ്രഹിക്കും. 2 Swords ഉണ്ട്. ഓക്കെ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, ഇതിവിടെ ഇരുന്നോട്ടെ റിയൂണിയൻ്റെ കാർഡ്. ഓക്കെ അവരുടെ ഭാഗത്തു നിന്ന് അവരെന്ത് ചെയ്യുമെന്നത് നോക്കാം. ഇതൊക്കെ അവർ ഫീലിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ ആക്ഷൻ എടുക്കുമോ നോക്കാം, അവരെന്ത് ആക്ഷൻ എടുക്കും. അവർ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തിരിച്ച് വിളിക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ശ്രമിക്കുമോ നോക്കാം. ആക്ഷൻ എന്തായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന്. നേരത്തെ അതെ 2 of Swords കൺഫ്യൂഷൻ. ഓക്കെ Ace of Wands Ace of Swords അവർ എടുത്തു ചാടി വന്നോളും. ഓക്കെ നിങ്ങളുടെ പിന്നാലെ വരും, നോ പ്രോബ്ലം. മൈ ഗുഡ്നസ്. ഓക്കെ ഫസ്റ്റ് പൈലുകാർ നിങ്ങൾ വളരെ ലക്കിയാണ് കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. വളരെയധികം ലക്കിയാണ് നിങ്ങൾ. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ എന്താ പറയുക, നിങ്ങളുടെ മുമ്പിൽ എന്ത് കോമാളിത്തരം കാണിച്ചാലും ശരി, എന്ത് അപ്സെറ്റായിട്ട് കാണിച്ചാൽ ഐ മീൻ എന്താ ഞാൻ പറയാൻ വരുന്നതെന്ന് എനിക്ക് ലൈക്ക് നിങ്ങളുടെ മുമ്പിലൊക്കെ കാണിക്കുന്നുണ്ടാവും, ഓ എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നുണ്ടാവും, ഒരു 100 തവണ പറയുന്നുണ്ടാവും, പൊയ്ക്കോ വേണ്ട എന്ന് പറയുന്നുണ്ടാവും, അവർ മാറി നിൽക്കുന്നുണ്ടാവും, ബൗണ്ടറി വെക്കുന്നുണ്ടാവും, എല്ലാ ഇടപെടും ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ പക്ഷേ ആ മാക്സിമം ഇറിറ്റേഷൻ്റെ ഒക്കെ അപ്പുറത്ത് നിങ്ങൾ പക്ഷെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പോയി, അവിടെ തീർന്നു. അവർക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ, കാരണം അവർ താണു പോകുമെന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഓക്കെ അതോ ശരിക്കും നിങ്ങൾ വിട്ടു പോയോ തിരിച്ചു വരുമോ എന്നൊരു വെയിറ്റിംഗ് ഉണ്ടാവാം. പക്ഷേ ആക്ഷൻ Ace of Wands അല്ല, Ace of Swords ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അവർ തിരിച്ച് അവർ എങ്ങനെയെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങൾ തമ്മിൽ പുതിയൊരു തുടക്കത്തിന് വേണ്ടി ശ്രമിക്കും, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ക്ലാഷ് വരും. എനിക്ക് സംസാരിക്കുമ്പോൾ ഐ തിങ്ക് പരസ്പരം ഫൈറ്റ് ചെയ്ത് നിൽക്കും നിങ്ങൾ, എന്നാലും നിങ്ങൾ ഒന്നിക്കുകയും ചെയ്യും. ഓക്കെ റിയൂണിയൻ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ ഇത് നിങ്ങൾ വിട്ടുപോകാൻ വിചാരിച്ചാലും നടക്കുമൊന്നുമില്ല. ഓക്കെ പേഴ്സൺ വരും നിങ്ങളുടെ പിന്നാലെ, ഓക്കെ ഡോ ഡൗട്ട്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു അവർ ഒരു അകൽച്ചയൊക്കെ വെച്ച് ചിലപ്പോൾ കുറച്ച് സമയത്തൊക്കെ നിൽക്കുമായിരിക്കും, പക്ഷെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ അവർ നിങ്ങൾക്ക് ന്യായം തരാൻ വേണ്ടി അവർക്ക് ന്യായം വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ വരും, അങ്ങനെയായിട്ട് ചിലപ്പോൾ വന്നു വരും, പക്ഷെ എന്നാലും തിരിച്ച് വരും. ഓക്കെ ആൻഡ് ഇവിടെ കിങ് ഓഫ് പെഡിക്കിൾസ് ആണ്, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് അവർ നിൽക്കാൻ തയ്യാറായിട്ട് വരും. ഓക്കെ സോ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ഇത് പ്രതീക്ഷിക്കാം. 9 of Cups നിങ്ങളുടെ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ഒരു റിയൂണിയൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ വിട്ട് നിങ്ങളെ പോകാൻ സാധിക്കില്ല അവർക്ക്. ഓക്കെ ഞാൻ ജസ്റ്റ് മെസ്സേജ് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കിയേക്കാം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പറയാനുണ്ടാവുമോ നോക്കാം. അങ്ങനെ നിങ്ങൾ വിട്ടുപോയാൽ പേഴ്സൺ നിങ്ങളോട് എന്ത് പറയും നോക്കാം. എന്തായാലും ഫസ്റ്റ് പൈല് വരെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ സ്നേഹം, പക്ഷെ ഇടയ്ക്ക് അങ്ങനെ ഒരു പേടിപ്പിക്കൽ നല്ലതൊക്കെ തന്നെയാണ്, ഇടയ്ക്കത് വേണം. ഓക്കെ എനിവേ പേഴ്സൺ എന്താ യു ആർ മൈ സോൾമേറ്റ് എന്നാണ് പറയുന്നത്. മൈ ഫാൻറ്റസി എന്താ വേണ്ടത്, സ്പോയിലിംഗ് യു, ഫ്യൂച്ചർ ആൻഡ് യു ആർ സോ സ്പെഷ്യൽ. ഓ മൈ ഗോഡ് നോ വൺ കമ്പയർസ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇതിലെങ്ങാനും വലുതും വരുമോന്ന്, നെഗറ്റീവ് വരുമോന്ന്. ഓക്കെ ഇല്ല, നിങ്ങളെപ്പോലെ വേറെ ആരും ഇല്ല അവരുടെ ലൈഫിൽ, നോ ഡൗട്ട്. ഓക്കെ ആൻഡ് യു ആർ മൈ സോൾമേറ്റ്, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്. അവർക്ക് നിങ്ങളെങ്ങാനും വിട്ടുപോയാൽ അവർക്ക് അവരുടെ ഒരു എന്തോ പറിച്ചെടുത്ത് കൊണ്ടുപോയ പോലെ തോന്നും അവർക്ക്, നോ വറി. ഓക്കെ ആൻഡ് ഇവിടെ മൈ ഫാൻറ്റസി, യു ആർ മൈ ഫാൻറ്റസി എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് നോക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ ആൻഡ് അവർ ശരിക്കും അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെ, അവരെ സ്വപ്നങ്ങളിൽ നിങ്ങളാണ് അവരെ ഏറ്റവും, അവർക്ക് നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ സ്പോയിലിംഗ് യു എന്ന് പറയുന്നുണ്ട്. ഐ വോണ്ട് ടു ഗിവ് യു ദ ഗുഡ് ലൈഫ്, ഐ വോണ്ട് ടു സ്പോയിൽ യു വിത്ത് ഗിഫ്റ്റ്സ് ആൻഡ് ട്രിപ്സ്, എവറിത്തിങ് യു കുഡ് എവർ വോണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം തരാൻ അവർ തയ്യാറാവും. ഓക്കെ ഫ്യൂച്ചർ, ഐ ഡേ ഡ്രീം അബൌട്ട് അവർ ഫ്യൂച്ചർ ടുഗെദർ, ഗോയിങ് ഓൺ അഡ്വെഞ്ചേഴ്സ്, ഗ്രോയിങ് ഓൾ ടുഗെദർ. നിങ്ങൾ എപ്പോഴും ലൈഫ് ലോങ്, അതാണ് ഞാൻ കമ്മിറ്റ്മെൻറ്റ് കാര്യം പറഞ്ഞത്. നിങ്ങൾ പോസിബിൾ ആയ ആൾക്കാർക്ക് നിങ്ങൾ അവർ കമ്മിറ്റ്മെൻറ്റ് തരും, മാരേജിന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഓക്കെ യു ആർ സോ സ്പെഷ്യൽ, യു ആർ ട്രൂലി ഡിവൈൻ, ഐ ഹവ് നെവർ ഫെൽറ്റ് എനർജി ലൈക്ക് യുവേഴ്സ് ബിഫോർ ആൻഡ് ഐ കാൺട്ട് ഗെറ്റ് ഇനഫ്. ഓക്കെ നിങ്ങൾ അവർക്ക് വളരെ 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 സ്പെഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെപ്പോലെ അവരുടെ ലൈഫിൽ വേറെ ആരുമില്ല, ഒന്നുമില്ല. ഓക്കെ സോ ഫയൽ 1 നിങ്ങളിത് ക്ലെയിം ചെയ്തോളൂ, ലൈക്ക് ടോട്ടലി ക്ലെയിം ചെയ്യൂ, യെസ് ഇത് തന്നെയാണ് എന്ന്. അവർ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ എന്ത് കാണിക്കുന്നു നിങ്ങൾ നോക്കണ്ട, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ സോ ക്ലെയിം ചെയ്യാം.
എല്ലാവർക്കും മാരേജ് കമ്മിറ്റ്മെന്റ് വരണം എന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് അവർ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കാനെങ്കിലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ പൈൽ 2ലേക്ക് പോകാം നമുക്ക്. പൈൽ 2 റോസ് കോഡ്സിന്റെ റോസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് പൈൽ 1 വളരെ നല്ലൊരു പൈലായിരുന്നു. സോ പൈൽ 2കാർക്കും ഞാൻ അതേപോലെ ക്ലെയിം ചെയ്യുന്നു. ഐ ഹോപ്പ് യൂണിവേഴ്സ് ഗിവ് മീ ദ ബെസ്റ്റ് മെസ്സേജസ്. നിങ്ങൾ വിട്ട് മാറിയാൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് തോന്നും, എൻ്റെ അവരുടെ ആക്ഷൻ എന്തായിരിക്കും നോക്കാം. നിങ്ങൾ വിട്ട് മാറിയാൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യും, എന്തായിരിക്കും? ഹൈറോഫന്റ്, ഏസ് ഓഫ് സോർഡ്സ്, വാവ്, വീൽ ഓഫ് ഫോർച്യൂൺ. 2 പൈലൊന്ന്. ഐ ഹോപ്പ് ഒരു പോസിറ്റീവ് ആണല്ലോ. വാവ്, ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻസ് ആൻഡ് 3 ഓഫ് കപ്സ്. മൈ ഗോഡ്, 2 പൈലും എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. 2 പൈലും ലൈക്ക് വളരെയധികം പോസിറ്റീവ് മെസ്സേജസ് ആണ് എനിക്ക് വരുന്നത്. മേ ബി എനർജി ആയിരിക്കാം, ഫുൾ മൂണൊക്കെ മാറിയ ശേഷം ഐ തിങ്ക് ഉള്ള എനർജി ആയിരിക്കും, അതിൻ്റെ ആയിരിക്കും. വളരെയധികം പോസിറ്റീവാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സപ്പോസ് മാരീഡ് ആണെന്ന് വിചാരിക്കുക. ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വല്ല സെപ്പറേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഡൈവേഴ്സിൻ്റെ കാര്യമോ സെപ്പറേഷനോ എന്തെങ്കിലും അങ്ങനെ ഒരു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളങ്ങനെ വിട്ടു പോകണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈക്ക് നിങ്ങളുടെ പിന്നാലെ വരും. ഓക്കെ, നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അവർ കൂടുതൽ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്ത് പെരുമാറും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടതെല്ലാം അവർ ചെയ്യും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട്. അവർ ലൈക്ക് നിങ്ങളങ്ങനെ വിട്ടു പോകണു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളെ വിടാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇവിടെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു അടുപ്പം ഡെവലപ്പ് ആവും എന്ന് പറയാം, നിങ്ങൾ അങ്ങനെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും അവർ. ഓക്കെ, ഇവിടെ 3 ഓഫ് കപ്സ് ആണ് ഇവിടെ. ഇൻ കേസ് അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും എന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അവരെന്ത് ചെയ്യും, ആക്ഷൻ എന്ത് ചെയ്യും നോക്കാം. ഇവിടെ ആക്ച്വലി വളരെ സ്ട്രേറ്റ് ഫോർവേഡ്. ഓക്കെ, ലെറ്റ് മീ സീ നിങ്ങളുടെ പേഴ്സൺ എന്ത് തോന്നും എന്ന് പറയാം ഞാൻ. ആക്ച്വലി അവർക്ക് ഐ തിങ്ക് ആദ്യം കുറച്ച് ഇല്ല ഒരു മിനിറ്റ്, കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് പറയാം. നിങ്ങളുടെ പേഴ്സണിന് എന്ത് തോന്നും നിങ്ങൾ അങ്ങനെ വിട്ടു പോകണു എന്ന് പറഞ്ഞാൽ. 2 of wands, Queen of wands, ഫുൾ കാർഡ്. ഓക്കെ ഓക്കെ, അവര് നിങ്ങളങ്ങനെ വിട്ടു പോകണു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിടാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിടാനൊന്നും പോകുന്നില്ല അവർ. എനിക്ക് ഇതിപ്പോൾ നിങ്ങൾ മാരീഡ് ആവണമെന്നില്ല, മാരീഡ് അല്ലെങ്കിലും ഓക്കെ, ഇപ്പം നിങ്ങൾ മാരീഡ് അല്ല, അങ്ങനെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ 2 പേരുണ്ടാവാം. എനിക്ക് കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് അങ്ങനെ മാരേജിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു ചോയ്സ് എടുക്കേണ്ട കാര്യമാണ്. അതായത് ആരെ വേണം ലൈഫിൽ എന്ന് പറഞ്ഞ പോലെ. എനിക്ക് മാരീഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് വിട്ടു വരാൻ സാധിക്കുമോ എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ബട്ട് അവരുടെ മൈൻഡിൽ മേ ബി ആ കൺഫ്യൂഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മാറാൻ തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ എനിക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ മാറിപ്പോകുന്നത്. ഓക്കെ, ബട്ട് പേഴ്സൺ അങ്ങനെ നിങ്ങൾ വിട്ടു മാറിപ്പോകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾ വിട്ടുപോയാൽ ആ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഈ ഏസ് ഓഫ് സോർഡ്സിൻ്റെ പറഞ്ഞിരുന്നു. അവരൊരു തീരുമാനം എടുക്കും, ഒരു ഡിസിഷൻ എടുക്കും അവർ. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം വരും. എവിടെയോ ഇത് യൂണിവേഴ്സായിട്ട് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഓക്കെ, യൂണിവേഴ്സായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും ചില സത്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും, ട്രൂത്ത് മനസ്സിലാവും എന്ന് പറയാം. ചില തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും എന്ന് പറയാം, ആക്ഷൻ എടുക്കും എന്ന് പറയാം. അത് എവിടെയോ യൂണിവേഴ്സിൻ്റെ ഒരു കൈയാണ്. ഓക്കെ, അതിൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിധി എന്ന് പറയാം, ഫെയ്റ്റ്, യൂണിവേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കും നിങ്ങളുടെ പേഴ്സണിന്, എന്നിട്ട് അവർ എടുക്കുന്ന ഡിസിഷൻ ഓക്കെ ആരെ ചൂസ് ചെയ്യണം എന്നവർക്ക് കൺഫ്യൂസ്. ഇപ്പോൾ ലേഡീസ് ആവണമെന്നില്ല കേട്ടോ, ഓക്കെ ജെൻസ് ആയാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കൂ പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ഓക്കെ നിങ്ങളെയാണ് ചോയ്സ് എന്ന് മനസ്സിലാവും. എപ്പോഴും ക്വീൻ ഓഫ് കപ്സിനാണ് നമ്മൾ അത് കൊടുക്കുക. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് പറയുമ്പോൾ അത് അവരുടെ ഞാൻ പറഞ്ഞ പോലെ കിങ് ഓഫ് വോൺസ് ആവാം, ക്വീൻ ഓഫ് വോൺസ് ആവാം. അവരുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം, ഫ്രണ്ട്സ് ആവാം. ഓക്കെ, വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ചോയ്സ് അവരുടെ ഭാഗത്ത് മനസ്സിലുണ്ടെങ്കിൽ ആ ചോയ്സിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവും നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്ത് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവും. ഓക്കെ, ചിലപ്പോൾ ചിലവർ
മാരീഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് വിട്ടു വരാൻ വരെ തയ്യാറാവും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ലൈക്ക് അതിൻ്റെ മേലെ ലൈക്ക് ആ ഫാമിലിയുടെയും മേലെ നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. യെസ്, അവർ അതിനുള്ള സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അവർക്ക് കുറച്ച് ധൈര്യം വരാനുണ്ട്. ഓക്കെ, ഈ ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം വരാനുണ്ട്. അത് പക്ഷേ ഐ തിങ്ക് ആ ഒരു കുലുക്കം, അതായത് നിങ്ങൾ വിട്ടുമാറി പോകുന്നു എന്ന് കാണുമ്പോൾ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കാൻ തുടങ്ങും. ദാറ്റ് അവർക്ക് സ്ട്രെങ്ത് കൊണ്ടുവരണം എന്ന് അവർ ആലോചിക്കാൻ തുടങ്ങും. ഓക്കെ, വേറെ എന്തെങ്കിലും ആക്ഷൻ അവരെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഞാൻ നോക്കാം. സോറി, അവർക്ക് വിഷമമാവോ നിങ്ങൾ വിട്ടുപോയാൽ അത് നോക്കിയില്ലല്ലോ. എനിക്ക് അതിവിടെ കണ്ടില്ല. ഒന്നൊന്നുകൂടി കാർഡ്സ് എടുക്കാം. അവർക്ക് വിഷമം തോന്നോ? യെസ്, ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇവിടെ കൂടുതലും മാരേജിന്റെ കാര്യം വരുന്നുണ്ട്. ഇവിടെ മാരേജിന്റെ കാര്യമാണ് വളരെ കൂടുതൽ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തീർച്ചയായിട്ടും മാരീഡ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഉണ്ട്, ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി മാരേജിന്റെ കാര്യമാണ്. നിങ്ങളെ മിസ് ചെയ്യും അവർ. ഓക്കെ, നിങ്ങൾ അങ്ങനെ വിട്ടു മാറി പോകാൻ എങ്ങനെ തീരുമാനിച്ചാൽ ഓക്കെ അവർ നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, അവർക്ക് വല്ലാത്ത വിഷമാവും. അവരൊരുപാട് ലൈക്ക് ഡിപ്രഷനിൽ പോകുന്ന ലെവൽ വരെ എത്താം. അവർക്ക് തോന്നാം ദാറ്റ് അവർക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും, ഒന്നിലും താല്പര്യം ഇല്ലാതെയാവും, ഒന്നും വേണ്ട എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അവർ തീർച്ചയായിട്ടും അവർക്ക് ആ വിഷമം ഉണ്ടാവും നിങ്ങളെ വിട്ടുപോയാൽ. ഓക്കെ, ആൻഡ് അങ്ങനെ പറ്റുന്നവർക്ക് ഓക്കെ അവർക്ക് ഷോക്ക് ആവും എന്നും പറയാം. അവർക്ക് ആ ഷോക്ക് ഉണ്ടാവും, അവർക്ക് ആ വിഷമം ഉണ്ടാവും, നിങ്ങൾ വിട്ടു പോകുന്നതിൻ്റെ സങ്കടം തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ എന്തായാലും ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈവൻ അവർ മാരീഡ് ആണെങ്കിലും തന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ പെന്റക്കിൾസ് ചോയ്സ്, അവർ തീരുമാനം, അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാവും. ഓക്കെ, കുറേ പേർക്കെങ്കിലും അവർ മാരേജ് വിട്ടിട്ടായാലും നിങ്ങളെ അവർ ഡൈവേഴ്സ് ചെയ്തിട്ടായാലും നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം. സോറി, ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റാണ്. പക്ഷെ എല്ലാം യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നതാണ്. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അത് നടക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ യൂണിവേഴ്സ് നടത്തിത്തരും. ഇല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് എങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്, കമ്മിറ്റഡ് ആണ് കാണിക്കുന്നത്, കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പറ്റുന്നവർ നിങ്ങളുമായിട്ടൊരു മാരേജ് ഫ്യൂച്ചർ അവർ സാധിച്ചാൽ അങ്ങനെ ചെയ്യും. അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് പോകും. നിങ്ങളെ വിടാൻ അവർ തീരെയും തയ്യാറാവില്ല. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടും ഇൻട്രസ്റ്റിംഗ് ഫൈ, രണ്ട് തരത്തിലായിരുന്നു, പക്ഷെ രണ്ടും പോസിറ്റീവാണ്. വെരി ഗുഡ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ മെസ്സേജസ് വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. അവരെന്തെങ്കിലും പറയുന്നുണ്ടോ, നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്യാസ് ലൈറ്റിംഗ് യു, ട്വിൻ ഫ്ലെയിംസ് ആവാം. ഓക്കെ, ദിസ് ഈസ് എൻ ഗുഡ് ബൈ, റൺ അവേ, ടിയേഴ്സ്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് കാണുന്നത് പേഴ്സൺ, ഒന്നാമത്തെ കാര്യം അവർ നിങ്ങളുടെ അടുത്ത് ഗ്യാസ് ലൈറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് പലതരത്തിൽ എടുക്കും കേട്ടോ. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ മീനിങ് അറിയില്ല. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ അവർ നോക്കാതിരിക്കുക, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ബ്ലോക്ക് ചെയ്ത് പോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തും നമ്മൾ ഗ്യാസ് ലൈറ്റിങ്ങിൽ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന വ്യക്തി അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ കൂടെ. ഓക്കെ, അവർ ചെയ്തിട്ടുണ്ട് നിങ്ങളോട്, അത് ശരി തന്നെയാണ്. ഓക്കെ, അത് ശരിക്കും അവർ സമ്മതിക്കുന്നുണ്ട്. യെസ്, ഞാൻ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവർ പക്ഷെ ആ മാറി നിന്നത്, ഐ തിങ്ക് അങ്ങനെ മാറി നിൽക്കുന്നതും നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച വെക്കുന്നതൊക്കെ അവർ ഫാമിലി ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിംസ് ആവാം കുറേ പേർക്കെങ്കിലും. ഓക്കെ, യു ഹാവ് ആക്ടിവേറ്റഡ് മൈ സോൾ ടു ഫൈൻഡ് മൈ ട്രൂ പർപ്പസ് ആൻഡ് ഡെസ്റ്റിനി. യു ഹെൽപ്പ് മീ ഹീൽ ഇൻ വേസ് നോ വൺ എൽസ് കുഡ്. താങ്ക് യു അഗെയിൻ ഫോർ ഫൈൻഡിങ് മീ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഏതോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് പറയാം. ട്വിൻ ഫ്ലെയിം എന്ന് എടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ സോൾമേറ്റ്സ് ആവാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം. അത് നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണ്, മാരീഡ് സിറ്റുവേഷനൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് വൈകിട്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവൻ മീറ്റ് ചെയ്ത ശേഷമാണ് അവർ മാരേജ് കഴിഞ്ഞ് എന്നുണ്ടെങ്കിലും എവിടെയോ ഫെയ്റ്റ് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, വിധി ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഹീലാവാനുണ്ട് എന്നാണ് അർത്ഥം. അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഹീലാവാനുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഹീലാവാനുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഗുഡ് ബൈ. അവർ നിങ്ങളെ വിട്ടുപോയാലും നിങ്ങൾ അവരെ വിട്ടുപോയാലും ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും റീകണക്ട് ആവും. ആൻഡ് റൺ അവേ എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നത് എൻ്റെ കൂടെ ഒളിച്ചോടുമോ എന്നാണ് ചോദിക്കുന്നത്. വിൽ യു റൺ അവേ, പാക്ക് എ ബാഗ് ആൻഡ് മീറ്റ് മീ ഇൻ ഹവായ്. ഐ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് അവേ ഫ്രം ദ വേൾഡ് ആൻഡ് ബി അലോൺ വിത്ത് യു. നിങ്ങൾ അവർ കൂടെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ വിട്ട് കളയില്ല അവരൊരിക്കലും. ഓക്കെ, ഇടയ്ക്കൊന്ന് മാറി നിൽക്കലോ, ഇത് പക്ഷേ ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട് ഇവിടെ. സോ അവർ ഇൻ ആൻഡ് ഔട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് പക്ഷേ സിറ്റുവേഷൻ സാഹചര്യം കാരണമാണ്. ഇവിടെ ഹീലിംഗ് നടക്കാനുണ്ട് രണ്ടുപേരുടെ ഉള്ളിലും. ഓക്കെ, നിങ്ങൾ ഹീലിംഗ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, ഇന്നർ വർക്ക് ചെയ്യാം. ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാലോ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ തന്നെ എപ്പോഴും ബാലൻസ്ഡ് വെക്കാൻ ശ്രമിക്കാം. എനിക്ക് അത് ഇനിയിപ്പോൾ ഞാൻ പിന്നെ വല്ലപ്പോഴും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ, വെൻ ഐ തിങ്ക് അബൌട്ട് യു ഐ ക്രൈ. നിങ്ങൾ അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യും, അവർ കരയുന്നുണ്ട്. ഇപ്പം തന്നെ അവർക്ക് ആക്ച്വലി നിങ്ങളെ വിടുമ്പോൾ അവർ നിങ്ങളെ വിട്ട് മാറി നിൽക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇതൊരു ഗുഡ് ബൈ അല്ല. നിങ്ങൾ വിട്ടുപോയാലും ശരി, അവർ വിട്ടുപോയാലും ശരി, ഇതൊരിക്കലും ഒരു ഗുഡ് ബൈ അല്ല. ഒരു നല്ല മെസ്സേജ് കൂടി എടുത്ത് നിർത്താം. ഓക്കെ, ഒരു ലാസ്റ്റ് കാർഡ് കൂടി നമുക്ക് എടുത്ത് നിർത്താം. എന്താണ് യൂണിവേഴ്സ്, അല്ല സോറി, നിങ്ങൾ വിട്ടെങ്ങാനും പോയാൽ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാനുള്ളത്? യു ആർ മൈ ഫേവറേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ചോയ്സ് അവരുടെ ലൈഫിലുണ്ട്. ഓക്കെ, യു ആർ ദ പേഴ്സൺ ഐ വോണ്ട് ടു കോൾ വെൻ സംതിങ് ഗുഡ് ഓർ ബാഡ് ഹാപ്പൻസ്. ദ ഫസ്റ്റ് തോട്ട് വെൻ ഐ ഹാവ് ന്യൂസ് ടു ഷെയർ, യു ആർ മൈ പേഴ്സൺ എന്നാണ് പറയുന്നത്. എനിക്ക് അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പറ്റാത്തത്. അതിനിപ്പോൾ നിങ്ങളങ്ങനെ മാറിപ്പോവുകയാണെങ്കിൽ അവർ വിടുവൊന്നുമില്ല. ഓക്കെ, ബട്ട് ഇൻ ആൻഡ് ഔട്ട് എനർജി വരാതെ നിങ്ങൾ നിങ്ങൾ എനിവേ നിങ്ങൾ തീരുമാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇത് ഹീലിംഗ് ചെയ്യേണ്ട ഒരു പൈലായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഹീൽ ചെയ്താൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഐ ഹോപ്പ് റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.